സത്യത്തിൽ ഈ സജി ചെറിയാൻ്റെ പേര് മാറ്റി സജി ചൊറിയാൻ എന്നാക്കി മാറ്റണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ്സിന് പറയാനുള്ളത്. കാരണം അദ്ദേഹം മന്ത്രിയാകുമ്പോൾ മുഴുവൻ ഈ നാടിനെ എങ്ങനെ ചൊറിയാമെന്നുള്ളതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സജി ചെറിയാൻ്റെ വാക്കുകൾ എന്നും തന്നെ RSSൻ്റെ വാക്കുകളാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങളിൽ നിന്നും വ്യക്തമാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ? ഇന്ത്യൻ ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണ് എന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതണമെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. ഈ പ്രസ്താവന മുന്നേ പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഈ പ്രസ്താവന മുന്നേ പറഞ്ഞിട്ടുള്ളത് BJP ആണ്. ഈ പ്രസ്താവന മുന്നേ പറഞ്ഞിട്ടുള്ളത് RSS ആണ്. ഇന്ത്യൻ ഭരണഘടന മാറ്റണമെന്ന് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പരസ്യമായി പറഞ്ഞത് RSSൻ്റെയും BJPയുടെയും നേതാക്കന്മാരാണ്. അതേ RSSൻ്റെയും BJPയുടെയും നാവായിട്ടാണ് കേരളത്തിൽ വന്ന് സജി ചെറിയാൻ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന കുന്തവും കുടച്ചക്രവും അത് മാറ്റണമെന്ന് പറഞ്ഞത്. അതിൻ്റെ രണ്ടാം പതിപ്പാണ് കേരളത്തിൽ വന്ന് സജി ചെറിയാൻ പറഞ്ഞത് പേര് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അവന്മാർ ആരാണ് എന്നുള്ളത്. ഈ പ്രസ്താവന ഇതിനു മുന്നേ കേട്ടിട്ടുള്ളത് നമ്മൾ എപ്പോഴാണ്? അത് 2019 ജാർഖണ്ഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിലൂടെയാണ്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങൾ നടക്കുമ്പോൾ ആ സമരത്തിലുള്ളവരുടെ വേഷം നോക്കിയാൽ അവർ ആരാണ് എന്നുള്ളത് നമുക്കറിയാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതുമാത്രമല്ല, പിന്നെയും മനസ്സിലായില്ലെങ്കിൽ അവരുടെ വസ്ത്രം പൊക്കി നോക്കണമെന്ന് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് പ്രഖ്യാപനമുണ്ടായി. അതിൻ്റെ നാവായി RSSൻ്റെ നാവായി ഇന്ന് കേരളത്തിൽ വരുന്നത് സജി ചെറിയാനാണ്. സജി ചെറിയാൻ പറയുകയാണ് പേര് നോക്കിയാൽ അറിയാം അവർ ആരാണ് എന്നുള്ളത്. ഈ സജി ചെറിയാനൊക്കെ നാണമാകില്ലേ എന്നാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത്. ഇതുപോലെ പച്ചയായ വർഗീയത ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിൻ്റെ മതേതര മണ്ണിൽ വന്നു നിന്ന് പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രിക്ക് ഇങ്ങനെ പറയാൻ അശേഷം ഉളുപ്പുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് സാധിക്കുന്ന ഒന്നാണോ? അശേഷം ഉളുപ്പില്ല എന്നത് മാത്രമല്ല, കേരളത്തെ എങ്ങനെയും വിഭജിച്ച്, അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തെ എങ്ങനെയും വിഭജിച്ച് ഒരു 4 വോട്ട് മേടിക്കാം, വിജയം നേടാമെന്നുള്ളത് മാത്രമാണ് സജി ചെറിയാൻ്റെ മനസ്സിലുള്ളത്. സജി ചെറിയാൻ ചെയ്ത വേല എന്താണ്? ഇപ്പോൾ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ ഈ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 5 പഞ്ചായത്തിൽ BJP ജയിച്ചു. അത് ഏത് തരത്തിലുള്ള ഡീലിൻ്റെ ഭാഗമാണ് എന്നുള്ളത് വരുംകാല തെരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മൾ നോക്കേണ്ടതാണ്. കാരണം ഇപ്പം ഇയാൾ ഇത്ര വലിയ മതേതരവാദിയാണ് എന്നുണ്ടെങ്കിൽ സ്വന്തം നിയോജകമണ്ഡലത്തിലെ 5 പഞ്ചായത്തിൽ BJP ജയിക്കുമോ? സ്വന്തം നിയോജകമണ്ഡലത്തിൽ, അതും 10-30,000 വോട്ടിന് ഇദ്ദേഹം ജയിക്കുന്ന നിയോജകമണ്ഡലത്തിൽ എങ്ങനെയാണ് 5 പഞ്ചായത്ത് BJPയുടെ കയ്യിൽ താലത്തിൽ കൊണ്ട് കൊടുത്തത്? അതിനകത്തൊക്കെ വലിയ ദുരൂഹതയുണ്ട്. അതുകൊണ്ടാണ് BJPക്കാർ ഇപ്പോൾ വിചാരിക്കുന്നത് എന്താണ്? എന്തിനാ BJPക്ക് വോട്ട് ചെയ്യുന്നത് സത്യത്തിൽ? കാരണം BJPയും RSSും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ വർഗീയത കേരളത്തിൽ CPMും പിണറായി വിജയനും സജി ചെറിയാനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. BJPക്കാരൻ പോലും ഇത് പറഞ്ഞാൽ കുഴപ്പമാകുമോ എന്ന് അറപ്പോട് കൂടി നിൽക്കുന്ന പ്രസ്താവനകളാണ് സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് CPMൻ്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം എന്താ? AK ബാലൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് UDF വന്നാൽ. ആ പ്രസ്താവന എത്രമാത്രം നിരുത്തരവാദപരമാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇന്നേ വരെ AK ബാലനെ തള്ളിപ്പറയാൻ CPM തയ്യാറായിട്ടില്ല. AK ബാലൻ പിന്നീട് പറഞ്ഞത് മാറാടിനെ ഓർമ്മിപ്പിക്കുകയാണ്. മാറാട് ഓർക്കാൻ പാകത്തിനുള്ള എന്ത് സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്? എന്നിട്ടും AK ബാലൻ മാറാട് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്താണ്? എങ്ങനെയും വർഗീയമായി ഈ നാടിനെ വേർതിരിക്കുക എന്നുള്ളത് മാത്രമാണ്.